ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ഗോതമ്പ് പൊടി വെച്ചുണ്ടാക്കുന്ന ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്കിനി മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കണം. വെള്ളം കറക്റ്റായിട്ട് തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കണം. 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിരിക്കുന്ന അതേ കപ്പിൻ്റെ അളവിലാണ് ഞാൻ വെള്ളവും ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 1.25 കപ്പ് അളവാണ് വെള്ളം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ ഗ്ലാസ്സിലാണ് എടുക്കുന്നതെങ്കിൽ 1.25 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. സ്പൂണോ ഫോക്കോ വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കുക. ഗോതമ്പ് പൊടി അടിയിലൊന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 2 ടേബിൾ സ്പൂണ് തേങ്ങ ചെരുവിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ ചെരുവിയത് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് 1 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് 1/2 ടീസ്പൂണ് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇനി ഇതിലോട്ട് 2 നുള്ള് നമുക്ക് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 നുള്ള് സോഡാപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി 1/4 ടീസ്പൂണ് ഏലക്കപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏലക്കപ്പൊടി ഇല്ലെങ്കിൽ 2 ഏലക്ക ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ നല്ലതുപോലെ ഒന്ന് അരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ബൗളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ശർക്കരപ്പാനിയും റെഡിയാക്കണം. അതിന് മുമ്പായിട്ട് നമ്മൾ മാവ് ഇതുപോലെ റെഡിയാക്കി വെക്കണം. കാരണം ശർക്കരപ്പാനിയും നമുക്കിതിലോട്ട് ചൂടോട് കൂടി വേണം നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ശർക്കരപ്പാനിയും ഉണ്ടാക്കാം. ഇതിനായിട്ട് ഞാൻ 200 ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഉരുക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1/4 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ പൊടിയെടുത്ത അതേ കപ്പിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഈ സമയം വെള്ളം കൂടിപ്പോകരുത്. ശർക്കരപ്പാനിയും മാവിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ മാവ് ഒരുപാട് ലൂസായിട്ടുണ്ടെങ്കിൽ നമ്മുടെ പലഹാരം പെർഫെക്റ്റായിട്ട് കിട്ടത്തില്ല. ഇപ്പോൾ ശർക്കരപ്പാനിയൊക്കെ നല്ലതുപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരിച്ചെടുത്തിട്ട് ചൂടോട് കൂടെ തന്നെ നമുക്ക് മാവിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അരിച്ചെടുത്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ ഇളക്കി കൊടുക്കണം. പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കണം. കാരണം തിളച്ച ശർക്കരപ്പാനി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് അടിയിൽ മാവൊക്കെ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാൻ ഇതുപോലെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയെങ്കിൽ അതുപോലെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ തേങ്ങാക്കൊത്താണ് ഇട്ട് കൊടുക്കുന്നത്. തേങ്ങാക്കൊത്ത് ഇതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുള്ളതാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിൻ്റെ കളറൊക്കെ ശകലം ഒന്ന് മാറി കിട്ടണം. തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ ഈ പലഹാരത്തിന് നല്ലൊരു ടേസ്റ്റാണ്. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാനൊരു 5 ചെറിയുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ഇതിൻ്റെ കളറൊന്ന് ശകലം ഒന്ന് മാറി കിട്ടുന്ന വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ കളർ ശകലം ഒന്ന് മാറി കിട്ടിയാൽ മതി. തേങ്ങാക്കൊത്തും ചെറിയ ഉള്ളിയും കൂടി ചേർത്തുള്ള പലഹാരം നല്ല രുചിയാണ്. ഇത്രയും മതി. ഇനി നമുക്കിതിൽ നിന്ന് കോരി മാറ്റി വയ്ക്കാം. ശകലം ഒന്ന് കോരി മാറ്റി വയ്ക്കാം. കാരണം പലഹാരത്തിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കാനായിട്ടാണ്. ഇച്ചിരി അതിൽ കിടപ്പുണ്ട്, അത് കുഴപ്പമില്ല. ഇനി ഇതിലോട്ട് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊരു 30 സെക്കൻഡ് ഇതുപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്യാനായിട്ട്. ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ കോരി മാറ്റി വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്തും അതെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. 30 സെക്കൻഡ് ആയതിനു ശേഷം ഇനി ഞാനിപ്പോൾ അടച്ച് വെക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ വെക്കേണ്ട, മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചാൽ അടിഭാഗം മാത്രമേ വെന്ത് കിട്ടത്തുള്ളൂ. മുകളിലൊന്നും വേവാതെ അതുപോലെ തന്നെ കിടക്കും. അതുകൊണ്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. മീഡിയം ഫ്ലെയിമിൽ നമുക്ക് 7 മിനിറ്റ് വെക്കാം. എന്നിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇത് 7 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ തുറന്ന് നോക്കരുത്. നമുക്കിത് കുറച്ച് സമയം മാറ്റി വെക്കണം. ചൂടാറാനായിട്ട് നമുക്കിത് മാറ്റി വെക്കണം. ഇപ്പോൾ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് വരെ ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഞാനൊരു പ്ലേറ്റിലോട്ട് ഇട്ട് കാണിക്കുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പലഹാരമാണ്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു പലഹാരം തന്നെയാണ്. ഇത് നല്ല ഹെൽത്തിയും കൂടിയാണ്.
നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. എന്തായാലും നിങ്ങളെല്ലാവരും ഒരിക്കലെങ്കിലും ഇത് തയ്യാറാക്കി നോക്കുക. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന നല്ല രുചികരമായിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ എല്ലാ പേരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഇൻഷാ അല്ലാ മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ബൈ. താങ്ക് യു.